നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഞാനൊരു മുരിങ്ങ തൈ നട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതല്ല കേട്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ കോല് പോലെ നിൽക്കുന്നതാണ് നമ്മുടെ മുരിങ്ങ തൈ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ മുരിങ്ങ തൈ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അതിനുള്ള കാരണമാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ മുരിങ്ങ തൈ നട്ടിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ ഇതേപോലെ ഇങ്ങനെ പുഴുക്കേട് വരാൻ തുടങ്ങി. വരുന്ന തളിരുകൾക്കൊക്കെ ഇതേ സെയിം പ്രശ്നം തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിനെ മൊത്തമായിട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞു. പക്ഷേ വെട്ടിക്കളഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. വീണ്ടും തളിരുകളൊക്കെ വന്നു. അതിൽ വീണ്ടും ഇതേ കേട് തന്നെ. അപ്പോൾ ഞാൻ വേഗം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിന് ഇനി എന്താ ഒരു പ്രതിവിധി എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ കണ്ടതാണ് കുറച്ച് നീം ഓയിൽ എടുത്തിട്ട് കൂടുതൽ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കി. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. വീണ്ടും തളിരുകൾ വരുന്നത് ഇതേ പ്രശ്നം തന്നെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഈ പുല്ലിലൊക്കെ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയ മുരിങ്ങമരം ഉണ്ട്. അപ്പോൾ അതിനും ഇതേ പ്രശ്നം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകളൊക്കെ ഇതേപോലെ ആയിട്ട് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് നീം ഓയിൽ തെളിച്ച് കൊടുത്തപ്പോൾ ഈ ചുറ്റുമുള്ള പുല്ലിലും അതേപോലെ തന്നെ നമ്മൾ മുരിങ്ങ ചെടിയിലൊക്കെ തെളിച്ച് കൊടുത്തു. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പിന്നീട് നല്ല തളിരുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ ഈ കേടുള്ള ഇലകളായിരുന്നു, അതൊക്കെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുരിങ്ങത്തൈ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനി നീം ഓയിലിൻ്റെ പവറാണോ അതോ തന്നെ ഇങ്ങനെ ശരിയായതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയ മുരിങ്ങ മരത്തിൽ നല്ല രീതിയിൽ തന്നെ ഇലകളൊക്കെ വന്ന് അടിപൊളിയായി നിൽക്കുന്നുണ്ട്. അതിന് നീം ഓയിലൊന്നും തെളിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആയതാണോ അതോ നീം ഓയിൽ കൊണ്ട് റെഡി ആയതാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും വേണ്ടില്ല, നമ്മുടെ മുരിങ്ങ ചെടി ഉഷാറായിട്ട് വരുന്നുണ്ട്.